ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് നമ്മൾ പറയാണ്. എന്നിട്ട് നമുക്ക് എനിക്ക് നിങ്ങളോട് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മൾ പുതിയ ടോപ്പിക്സ് എടുക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 8 ഡാറ്റ ടേബിൾസിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് 8 ടേബിൾ 8.20 ഇൻഡിമിക് സ്പൈസസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്, ടേബിൾ 8.21 ഇന്ത്യസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. ഇത് വരുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ഡാറ്റ ടേബിൾസ്. ടേബിൾ 8.22 വൈഡർ റിലേറ്റീവ്സ് ഓഫ് സം ക്രോപ്സ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. ടേബിൾ 8.23 ലിസ്റ്റ് ഓഫ് ടൈഗർ റിസർവ്സ് ഇൻ ഇന്ത്യ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കണം. പിന്നെ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു, അതും കൂടി നമ്മളിവിടെ പറയാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടി പറയും, പുതിയതായിട്ട് തന്നെ തുടങ്ങിയാണ്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ 8 ഡാറ്റ ടേബിൾസിലാ. ഇതും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ തന്നെയാണ്. പുതിയ ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സില് ബേസിസ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, ദ എർത്ത് അവർ ഐലൻഡ് മുതൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതന്നെ നമ്മൾ തുടങ്ങിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങും. ഇവിടെ വരെ നമ്മൾ പറഞ്ഞിരുന്നു എൻവയോൺമെന്റൽ സയൻസ് ക്യാൻ ഹെൽപ്പ് അസ് അവരുടെ മിസ്റ്റേക്സ് മെയ്ഡ് ബൈ പാസ്റ്റ് സിവിലൈസേഷൻസ് വരെ. നമ്മൾ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസ്, നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തത് മുതൽ ഏകദേശം കണക്കാക്കി കഴിഞ്ഞാല് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഒരു 5 പ്രാവശ്യം വെച്ച്, 6 പ്രാവശ്യം വെച്ച്, പിന്നെ 4 പ്രാവശ്യം വെച്ച് ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ 2 ടൈം ഒക്കെ വെച്ചിട്ട് 2 1 അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതിങ്ങനെ നമ്മുടെ പാരഗ്രാഫിന്റെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് കുറച്ചിരുന്നു, 3 പ്രാവശ്യം ആക്കിയിരുന്നു. 3 ടൈം ആയിരുന്നു പിന്നെ നമ്മൾ വിശദീകരിച്ചത്. 3 ടൈം തന്നെ പറയാം. അതങ്ങനെ പറഞ്ഞു പോയാണ് എൻ്റെ ഒരു ഭാഷയായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് 1 ടൈം ആയി. 3 ടൈം വെച്ച് നമ്മൾ വിശദീകരിച്ച സമയത്തും നമുക്ക് ടൈം ഇല്ലായിരുന്നു തന്നെ പറയാം. ലാസ്റ്റാണ് മനസ്സിലായത് നമുക്ക് ടൈം ഇല്ലെന്നുള്ളത്. കാരണം ഇത് ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ടൈം ഒഴിവാക്കി 1 ടൈം ആക്കി പിന്നെ നമ്മള്. അപ്പം 3 ടൈമില് ശരിക്കും ഞാൻ പറഞ്ഞിരുന്നു, 1 ടൈമിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോ എക്സ്പ്ലനേഷൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് വരെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല എന്നുള്ള ഒരു കാരണമാണ് മെയിനായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിക്സ് ഒരുപാട് നമുക്ക് കവർ ചെയ്യണ ഒരു അവസ്ഥയും കൂടി മുന്നിട്ട് നിൽക്കുന്നു പറയാം. അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിലോട്ട് ആക്കിയത് നമ്മള്. ഇപ്പൊ 1 ടൈമിൽ നമ്മൾ വിശദീകരിക്കുമ്പോ എങ്ങനെയാ വെച്ചാല്, നമ്മൾ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും നമ്മൾ 2 പ്രാവശ്യമായിട്ട് പറയുമായിരുന്നു. ഇനിയിപ്പോ അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളെല്ലാം ഒരേപോലെ പറഞ്ഞു പോവുകയാണ്. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെങ്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെങ്ത് ഇല്ലാത്ത ടോപ്പിക് ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഒറ്റ പ്രാവശ്യം തന്നെ പറഞ്ഞു പോകുന്നത്. ഒരിക്കലും ലാസ്റ്റ് സെന്റൻസും ഫസ്റ്റ് സെന്റൻസും പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ദയവേത് എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞല്ല ഇതിന്റെ കാരണങ്ങൾ എന്താന്നുള്ളത് ഈ രീതിയിലോട്ട് ആക്കിയത്. അപ്പൊ അതൊന്നും ദയവേത് മനസ്സിലാക്കുക. അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാനുള്ളത്. തുടങ്ങുമ്പോ തന്നെ ഈ സമയം നമുക്ക് ഒരുപാട് ഉണ്ട്, അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മള് ചിലപ്പോൾ എക്സ്പ്ലനേഷൻ നമ്മൾ കൂട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ തുടങ്ങിയാണ്. ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ്.
ഞാൻ എന്താണ് ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് CSAT ആയതുകൊണ്ട് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തും ഒരുപാട് പറഞ്ഞും മനസ്സിലാക്കാനുള്ളൊരു കടമയുണ്ട്. അങ്ങനത്തെ രീതിയിലെ ക്ലാസ് എടുത്തിട്ട് കാര്യമുള്ളൂ. പക്ഷെ നമുക്കത് ആഗ്രഹിച്ചാലും നടക്കില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ വീഡിയോസ് ആവുമ്പോൾ എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടാവും, തെറ്റുകൾ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ചിലപ്പോൾ അത്ര നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ദയവേത് നിങ്ങൾ സഹകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ മനസ്സിലുള്ള ആഗ്രഹം അത് തന്നെയാണ്. ഇനിയിപ്പോ നമ്മള് ഇതിപ്പോ എങ്ങനെ പോയാലും നമുക്ക് ടൈം ഇല്ലെന്ന് തന്നെ ഉള്ള അവസ്ഥയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കുറെ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തത്. കാരണം ഈ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും കൂടുതൽ പ്രാവശ്യം നമ്മൾ ടോപ്പിക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്താലും അതൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെ തന്നെ പറയാം. പക്ഷെ അതിന് പറ്റിയൊരു സാഹചര്യം കൂടി നമുക്ക് അനുകൂലപ്പെട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ അധികം ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ് നമുക്ക് പറയാം. പിന്നെ ഇതിനെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പറയാനുള്ളത്. എന്താന്ന് വെച്ചാല് ഇതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചിലപ്പോ നമ്മൾ തെറ്റ് എന്ന് അർത്ഥാക്കണം എന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല, ഇതിലിപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമായിരിക്കും കൂടുതൽ വരാൻ സാധ്യത. കാരണം നമ്പേഴ്സ് ഒന്നുമില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ ഓർഡറിൽ തെറ്റ് സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റ് സംഭവിച്ചു പോവാം. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ഒരിക്കൽ കൂടി ദയവേത് എന്നോട് ക്ഷമിക്കണം. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാം പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ചാൽ യൂട്യൂബ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞാല് നമുക്കത് ബുദ്ധിമുട്ടില്ല. നമ്മുടെ എല്ലാ വീഡിയോന്റെ ഒരു പ്രത്യേകതയാണ്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം. ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്. ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ്, ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ്, ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ്. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്. The earth our island, the earth our island, the earth our island, the earth our island. Our environment is the sum total of our surroundings. 1. It includes both living and non-living things. 2. The fundamental insight of environmental science is that we are part of the natural world and we are dependent on a healthy, functioning planet. B. Environmental science explores interaction between humans and our environment. 1. Environmental science is the study of how the natural world works, how our environment affects us, and how we affect our environment. 2. Our actions modify the environment. 3. Many actions enrich our lives, but they have also degraded the natural systems that sustain us. C. Natural resources are vital to our survival. 1. Natural resources are the various substances and forces we need in order to survive. 2. Renewable natural resources are perpetually available or can be replenished by the environment over a short period of time. 3. Non-renewable natural resources are in finite supply and are not replenished or are formed much more slowly than we use them. 4. Some renewable resources may turn non-renewable if we deplete them too drastically. And D. Human population growth has shaped our resource use. 1. The agriculture revolution occurred around 10,000 years ago as humans transitioned from a hunter-gatherer lifestyle to an agricultural way of life. 2. The industrial revolution began in the mid-1700s, shifting from a rural agricultural life to an urban society powered by fossil fuels, which are non-renewable energy sources such as oil, coal, and natural gas. 3. Thomas Malthus and population growth. A. Malthus claimed that unless population growth was controlled, the number of people would outgrow the food supply. B.
He argued that a growing population would eventually be checked by starvation, disease, or war. For Paul Ehrlich and the population bomb, Ehrlich predicted that a rapidly increasing human population would bring widespread famine and conflict. He claimed that population control was the only way to avoid starvation and war. Spelling mistake and ദയവേത് ക്ഷമിക്കണം. See, although his predictions have not come true yet, many who support his ideas predict a global food crisis in the near future. Resource consumption exerts social and environmental impacts. 1. Garrett Hardin and the tragedy of the commons. Hardin said resources that are open to unregulated exploitation, the commons will eventually be depleted. He disputed an economic theory that individual self-interest in the long term serves the public. He disputed economic theory that individual self-interest in the long term serves the public. He said that if no single person has ownership, there is no incentive to take care of a commons. Everyone takes as much as they can until it is depleted. 2. Waker-Nagel Reef. Spelling mistake and ക്ഷമിക്കുക ദയവേത്. 2. Waker-Nagel Reef and the ecological footprint. 2. Waker-Nagel Reef and the ecological footprint. The ecological footprint expresses the environmental impact of an individual or a population in terms of the cumulative amount of land and water required to provide the raw materials consumed and recycle the waste produced. The ecological footprint totals the amount of Earth's surface used once all direct and indirect impacts are totaled. Using this calculation, it is clear that we are depleting our resources 30% faster than they are being replenished. If environmental science can help us avoid mistakes made by past civilizations, Earth's environmental systems. Our planet's environment consists of complex networks of interlinked systems. 2. The interactions of living organisms with each other and with the environment. 3. The cycles of chemical elements and compounds. Systems involve feedback loops. 1. A system is a network of relationships among a group of parts, elements, or compounds that interact with and influence one another through the exchange of energy, matter, and or information. 2. Systems receive input, process it, and produce output. 3. Sometimes a system's output can serve as input to that same system in a circular process called a feedback loop. In a negative feedback loop, output driving the system in one direction acts as input that moves the system in the other direction. In a positive feedback loop, the output drives the system further toward one extreme. Environmental systems interact. 1. Scientists divide Earth's major components into structural spheres. The lithosphere is the rock and soil beneath our feet. The atmosphere is composed of the air surrounding us. C. The hydrosphere encompasses all water, fresh and salt, liquid, ice or vapor. D. The biosphere consists of all living organisms and the abiotic (non-living)
parts of the environment with which they interact. C. Understanding the dead zone requires considering the Mississippi River and Gulf of Mexico systems together. C. Understanding the dead zone requires considering the Mississippi River and Gulf of Mexico systems together. 1. The cause of hypoxia in the Gulf of Mexico stems from excess nitrogen and phosphorus from the Mississippi River watershed. 2. Excess nutrients are present in runoff from fertilized agriculture fields, animal manure, crop residues, sewage, and industrial and automobile emissions. 3. The nutrients reach the Gulf where they boost the growth of microorganisms. This provides food for bacterial decomposers which flourish. 4. The decomposers use the oxygen in the water. Other organisms such as fish and shrimp suffocate and die. 5. The process of nutrient enrichment, algal bloom, bacterial increase, and ecosystem deterioration is called eutrophication. Chemistry and the environment. 1. Examine many environmental issues and you will likely discover chemistry playing a central role. Chemistry is also central to developing solutions. A. Atoms and elements are chemical building blocks. Atoms and elements are chemical building blocks. 1. An element is a fundamental type of matter that cannot be broken down into substances with other properties. 2. Elements are composed of atoms. The smallest component of an element that maintains the chemical properties of that element. 3. Every atom has a nucleus of protons (positively charged particles) and neutrons (particles lacking electric charge). The atomic number of the element is the number of protons each atom contains, and the mass number is the combined number of protons and neutrons. 4. An atom's nucleus is surrounded by negatively charged particles known as electrons, which balance the positive charge of the protons. 5. Although all the atoms of an element have the same atomic number and the same number of protons, they may not contain the same number of neutrons. These are called isotopes and they have different mass numbers. 6. Because isotopes differ slightly in mass, they also differ slightly in their behavior. Researchers have 6. Because isotopes differ slightly in mass, they also differ slightly in their behavior. 6. Because isotopes differ slightly in mass, they also differ slightly in their behavior. Researchers have used this to study many phenomena both in and out of the lab. 7. Some isotopes shed subatomic particles (decay) and emit high energy radiation. As they do so, they are called radioisotopes and are radioactive. 7. Some isotopes shed subatomic particles (decay) and emit high energy radiation. As they do so, they are called radioisotopes and are radioactive. 8. Each radioisotope decays at a particular rate called the half-life, or the amount of time it takes for one half the atoms to give off radiation and decay. 8. Each radioisotope decays at a particular rate
called the half-life, or the amount of time it takes for one half the atoms to give off radiation and decay. 9 atoms may also gain or lose electrons to become 9 atoms may also gain or lose electrons to become ions, which are electrically charged. An ion may consist of a single charged atom or be a combination of 9 atoms may also gain or loss of electrons to become ions, which are electrically charged. An ion may consist of a single charged atom or be combination of 2 or more atoms from one or more elements. B atoms bond to form B atoms bond to form molecules and compounds. 1 atoms can bond together in chemical reaction. 1 atoms can bond together in chemical reactions to form molecules combination of 2 or more atoms. 2 if atoms in a molecule are composed of 2 or more different 2 if atoms in a molecule are composed of 2 or more different elements, the molecule is called a compound. 2 if atoms in a molecule are composed of 2 or more different elements, the molecule is called a compound. Spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. 3 atoms bond together in a molecules due to attraction for one another's electrons. When atoms in a molecule share electrons, they have a covalent bond. B if one atom exerts a greater pull, then one or more electrons may be. B if one atom exerts a greater pull, then one or more electrons may be transferred from an atom of B. If one atom exerts a greater pull, then one or more electrons may be transferred from an atom of one element to an atom of another element. This creates 2 oppositely charged ions and forms an ionic bond. See, this association of ions are called ionic compounds or salts. ഈ വിഭാഗത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണേണ്, ദയവേത് ക്ഷമിക്കണം. നമ്മളത് പറഞ്ഞു ഇനി ശരിയാവില്ല. ഞാൻ പറഞ്ഞല്ല, കമന്റ്സും കാര്യങ്ങളൊക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇപ്പോഴേ പോവുകയാണ്. 4 elements, molecules and compounds can come together without a chemical bonding in a substance called a mixture. A homogeneous mixtures of substance are called solutions, which are often used for liquids, but can also apply to some gases and solids. C. Hydrogen ions determine acidity. 1. Water molecules occasionally dissociate, forming a hydrogen ion (H+) and a hydroxide ion (OH negative). For 1, water molecules occasionally dissociate, forming a hydrogen ion (H+) and a hydroxide ion (OH negative). 2 solutions in which the H+ concentration is greater than the OH negative concentration are acidic, which solutions in which the OH+ concentration is greater than the H+ concentration are basic. 3. The pH scale was devised to quantify the acidity or basicity of solutions and runs from 0 to 14, with 0 to 6 being acid. 3. The pH scale was devised to quantify the acidity or basicity of solutions, and 3. The pH scale was devised to quantify the acidity or basicity of solutions and runs from
0 to 14, with 0 to 6 being acidic, 7 being neutral, and between 8 and 4 being basic. The pH scale was devised to quantify the acidity or basicity of solutions and runs from 0 to 14, with 0 to 6 being acidic, 7 being neutral, and between 8 and 14 being basic. ചില പോയിന്റ് നമ്മൾ പോസ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. D. Matter is composed of organic and inorganic compounds. 1. Organic compounds consist of carbon atoms (bracketly) and generally hydrogen atoms and are joined together by covalent bonds. 2. Hydrocarbons only contain atoms of carbon and hydrogen. E. Macromolecules are building blocks of life. 1. Polymers are long chains of repeated molecules, and 3. Polymers, proteins, nucleic acids, and carbohydrates play key roles as building blocks of life. 2. Lipids are not considered polymers but are also fundamental to life. These 4 types of molecules, proteins, nucleic acids, carbohydrates, and lipids, are referred to as macromolecules because of their large size. 3. Proteins are made up of long chains of amino acids. 3. Proteins are made up of long chains of amino acids. Proteins provide structure. 3. Proteins are made up of long chains of amino acids. Proteins provide structure, transport substances, defend against invaders, carry messages, and promote certain chemical reactions. 4. Nucleic acids are molecules that direct the production of proteins. There are 2 nucleic acids, spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കാം. There are 2 nucleic acids, deoxyribonucleic acid (bracketly DNA). There are 2 nucleic acids, deoxyribonucleic acid (bracket DNA) and ribonucleic acid (bracketly RNA). There are 2 nucleic acids, deoxyribonucleic acid (bracketly DNA) and ribonucleic acid (bracketly RNA). There are 2 nucleic acids, deoxyribonucleic acid (bracketly DNA) and ribonucleic acid (bracketly RNA) that carry the hereditary information for organisms and are responsible for passing traits from parents to offspring. ഇത് ഇത്തിരി പ്രധാനപ്പെട്ടതായത് നമ്മൾ വായിക്കണം ആവർത്തിച്ച്. There are 2 nucleic acids, deoxyribonucleic acid (bracketly DNA) and ribonucleic acid (bracketly RNA) that carry the hereditary information for organisms and are responsible for passing traits from parents to offspring. B. Nucleic acids are long strands of nucleotides. A nucleotide contains a sugar molecule, a phosphate molecule, and a nitrogenous base. C. Deoxyribonucleic acid (bracketly DNA) has 4 types of nucleotides and can be pictured as a ladder twisted into a spiral. 5. Carbohydrates are organic compounds consist of carbon, hydrogen, and oxygen atoms in the ratio of about 1 carbon to hydrogen to 1 oxygen. They are used for energy (bracketly simple sugars) and to build structure such as
lobster shells and fingernails ബ്രാക്കറ്റിൽ പോളിസാച്ചറൈഡ്സ്. 5 നമ്മൾ ഒരിക്കൽ കൂടി വായിക്കണം. പ്രധാനപ്പെട്ട തന്നെ നമുക്ക് പറയാം, റിപ്പീറ്റ് ചെയ്ത് നോക്കിയാണ്. Carbohydrates are organic compounds consist of carbon, hydrogen and oxygen atoms in the ratio of about 1 carbon to 2 hydrogen to 1 oxygen. They are used for energy (bracket simple sugars) and to build structures such as leaves, lobster shells and fingernails (bracket polysaccharides). 6. Lipids are a fourth type of macromolecule but are not polymers and do not dissolve in water. They include fats, phospholipids, waxes and steroids. Lipids are used for energy storage, membranes and hormones. ഇതും കൂടി നമ്മൾ വായിക്കണം. ഇതും കൂടി പ്രധാനപ്പെട്ടെന്ന് നമുക്ക് പറയാം. 6. Lipids are a fourth type of macromolecule but are not polymers and do not dissolve in water. They include fats, phospholipids, waxes and steroids. Lipids are used for energy storage, membranes and hormones. 6. Lipids are a fourth type of macromolecule but are not polymers and do not dissolve in water. They include fats, phospholipids, waxes and steroids. Lipids are used for energy storage, membranes and hormones. F. Organisms use cells to compartmentalize macromolecules. 1. All living things are composed of cells, the most basic unit of organization. 2. Biologists classify organisms into 2 groups based on the structure of their cells. A. Eukaryotes have cells with organelles (bracket internal structure that perform specific functions, including a nucleus). B. Prokaryotes are generally single-celled and lack organelles and nucleus. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇത് ഒരിക്കൽ കൂടി പറയാണ്. F. Organisms use cells to compartmentalize macromolecules. 1. All living things are composed of cells. 1. All living things are composed of cells, the most basic unit of organization. 2. Biologists classify organisms into 2 groups based on the structure of their cells. A. Eukaryotes have cells with organelles (bracket internal structures that perform specific functions, including a nucleus). B. Prokaryotes are generally single-celled and lack organelles and a nucleus. നമ്മൾ ഇത്തിരി നല്ലൊരു സെന്റൻസ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സമയമില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് അങ്ങ് ചില സെന്റൻസ് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു പോകണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ ഉണ്ട്, അപ്പൊ അതൊക്കെ ദയവേത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. ഇനി പറയാനുള്ളത് എനർജി ഫണ്ടമെന്റൽസ്. Energy fundamentals. 1. Energy can change the position, physical composition or temperature of matter. 1. Energy can change the position, physical composition or temperature of matter. Second, there are 2 fundamental types of energy. A. Potential energy is the energy of position. B. Kinetic energy is the energy of motion. 3. Chemical energy is a special type of potential energy that is held in the bonds between atoms. A. Energy is always conserved, but it changes in quality. A. Energy is always conserved, but
it changes in quality. 1. The first law of thermodynamics states that energy can change from one form to another, but cannot be created or lost. But energy changes in quality. 1. The second law of thermodynamics states that energy tends to change from a more ordered state to a less ordered state if no force counteracts this tendency. The second law of thermodynamics stated that energy tends to change from a more ordered state to a less ordered state if no force counteracts this tendency. 2. The less ordered or disordered state of a system is called entropy. Entropy can also be seen as a loss of organization in a system. 2. The less ordered or disordered state of a system is called entropy. Entropy can also be seen as a loss of organization in a system. 2. The less ordered or disordered state of a system is called entropy. Entropy can also be seen as a loss of organization in a system. C. Light energy from the sun powers most living systems. 1. The sun supplies energy to those organisms that are able to use it to produce their own food. They are autotrophs or primary producers. 2. Autotrophs turn light energy from the sun into chemical energy in a process called photosynthesis. 3. In photosynthesis, sunlight powers a series of chemical reactions that convert water and carbon dioxide into sugars and oxygen, providing high quality energy that the organism can use. 4. Photosynthesis produces food for plant and animals. D. Cellular respiration releases chemical energy. 1. The chemical energy created by photosynthesis can later be used by organisms in the process of cellular respiration. 2. Cells use the reactivity of oxygen to convert glucose back into its original starting materials, water and carbon dioxide, and release energy to perform tasks within cells. 3. This extraction of energy occurs in both autotrophs and heterotrophs or consumers. 3. This extraction of energy occurs in both autotrophs and heterotrophs or consumers. 3. This extraction of energy occurs in both autotrophs and heterotrophs or consumers. ഇനി നമുക്ക് പറയാനുള്ളത് ഇക്കോസിസ്റ്റംസ്. ഇക്കോസിസ്റ്റംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് പറയാം. ഇക്കോസിസ്റ്റംസ്, ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ്, ദ നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ എത്തിക്സ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ പോസ് ചെയ്താണ് എടുത്തേക്കുന്നത്. അപ്പൊ അതാണ് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വന്നിട്ടുണ്ട്, സെന്റൻസും വേർഡ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ ദയവേത് നിന്ന് ക്ഷമിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. അപ്പൊ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറന്നു പോവരുത്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മളെ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ വെച്ച് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. കാരണം വെച്ചാൽ കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ സാധാരണ ഇതിനെ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റർ വെച്ച് സോങ്സ് മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും ഡിഫറെന്റ് എന്ന് പറയാം. മ്യൂസിക്കിന്റെ സൗണ്ടൊക്കെ വീഡിയോയില് ശരിക്കും നമുക്ക് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ ഇരിക്കുന്നോളം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കാം. എന്തായാലും എഡിറ്റ് ചെയ്യാണ്ട് നമുക്ക് നിവർത്തിയില്ല വേറെ. പിന്നെ എഡിറ്റിങ് പഠിക്കാന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ട്. കാരണം നമുക്ക് എഡിറ്റിങ് കാര്യമായിട്ട് അറിയില്ല എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അത് ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറെ വീഡിയോസിലൊക്കെ. അപ്പൊ അത്രയ്ക്കാണ് പറയാനുള്ളത്. നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ CSATക്ക് വേണ്ടി ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായി താല്പര്യപ്പെട്ട് പഠിക്കുക. CSAT എക്സാം ഒരിക്കലും വിജയിക്കില്ല എന്നൊന്നും കരുതരുത്. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കതൊക്കെ വിജയിച്ചെടുക്കാൻ പറ്റും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് വെക്കുക. അപ്പൊ നമുക്ക് പഠിക്കാൻ നന്നായിട്ട് പറ്റും എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ പോരായ്മകൾ നല്ലപോലെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ വീഡിയോ അല്ല, നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ വീഡിയോനും ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. എല്ലാ വീഡിയോയിലും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ ചില വീഡിയോസിലൊക്കെ, അത് ഫസ്റ്റ് ചെയ്ത വീഡിയോസിലൊക്കെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറയാണ്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഞാൻ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് പോവാറുണ്ട്, തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ. അപ്പൊ അതും കൂടി നമ്മളിവിടെ പറയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ വീഡിയോ എടുക്കാന്നും കൂടി വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ വീഡിയോസ് നമ്മൾ രാത്രി എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ CSATക്ക് ഉപകരിക്കുമെന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.